ഇവിടെ ശ്രീ മസൂദൻ MLA, ഇത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ മാത്രമായി ഒതുക്കപ്പെട്ട ഒരു ചർച്ചയായിരുന്നില്ല. അങ്ങനെ വന്ന അടിയന്തര പ്രമേയമാണെങ്കിലും കേരളത്തിൻ്റെ ഒരു പൊതുജനാരോഗ്യമാകെ വെന്റിലേറ്ററിലാണ് എന്നൊരു നിലപാടിലാണല്ലോ പ്രതിപക്ഷം മുന്നോട്ട് പോയത്. അവിടെ മാത്രം അവർ അങ്ങനെ നിന്നതുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശരിയായ നിഗമനം നടത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിക്ക് നേരെ മുമ്പ് പറഞ്ഞ ഒരു പഠന റിപ്പോർട്ട് അത് UDF കാലത്ത് എന്ന രീതിയിലേക്ക് മന്ത്രി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ഒരു വലിയ പിഴവ് പ്രതിപക്ഷത്തിന് പറ്റിയത്, പ്രതിപക്ഷം അതിൽ മന്ത്രി എന്തു പറയുന്നു എന്നതിനനുസരിച്ച് സഭയിൽ തുടരാൻ അവർക്ക് കഴിയാതെ പോയത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണോ ഒരു പോരായ്മയാണോ എന്തോ ആവട്ടെ. അതുകൊണ്ടാണ് ആ പ്രതിനിധിക്ക് ഇപ്പോൾ റോണി കെ ബേബിക്ക് അത് എന്താണ് മന്ത്രിയുടെ മറുപടി എന്ന് പോലും മനസ്സിലായിട്ടില്ല. പക്ഷേ മന്ത്രി അവിടെ മറുപടി പറഞ്ഞു എന്നത് ശരിയാണ്. മന്ത്രിയുടേതായ ഭാഗം മന്ത്രി അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ വിശദീകരണത്തിനപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ മന്ത്രി ശ്രമിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ കുടിശ്ശികകൾ ഒരുപാട് വരുത്തുന്നുണ്ട് എന്ന നിലയിൽ പ്രതിപക്ഷം ഒരു വാദം ഈ ചർച്ചയിൽ നിന്ന് മുന്നോട്ട് വെച്ചില്ല. അതിൻ്റെ ചില കണക്കുകളൊക്കെ അവർ മുന്നോട്ട് വെച്ചില്ല. അതായത് സർക്കാരിൻ്റെ പ്രയോറിറ്റി, അതിനെയാണ് പ്രതിപക്ഷം ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. ആരോഗ്യരംഗത്ത് അത്തരമൊരു പ്രയോറിറ്റി ഈ സർക്കാരിനില്ല എന്നാണല്ലോ പ്രതിപക്ഷം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. അത് ശരിയായിട്ടുള്ളൊരു വിലയിരുത്തലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ബഹുമാന്യരായിട്ടുള്ള ഡോക്ടർ KP അരവിന്ദനും അതുപോലെ തന്നെ ജേക്കബ് ജോർജും സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഗൗരവമുള്ള വിഷയം, സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യം, നമ്മൾ എത്രമാത്രം ജാഗ്രതയോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള സന്ദേശം ഇതെല്ലാം നൽകുന്നതിന് പ്രയോജനകരമാവുന്ന നിലയിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഭരണപക്ഷം രണ്ടുപേരും ആ ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ ഗവൺമെൻറ് കണ്ടത്. പക്ഷെ അതിന് തീർച്ചയായിട്ടും സങ്കുചിതമായിട്ടുള്ളൊരു രാഷ്ട്രീയ താല്പര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം പശ്ചാത്തലം വരുമ്പോൾ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കി ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വികാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിന് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ വരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആശങ്കയുണർത്തുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഇതിനെയാണ് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളും ഈ കാര്യത്തിൽ വലിയ ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ള നിരീക്ഷണം വളരെ ശരിയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ ഈ കേരളത്തിന് ഇതിനൊക്കെ നേരിടാനുള്ള കരുത്തുണ്ട്, അതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ തന്നെ പിന്നെ പലയിടങ്ങളിലും ഏറ്റവും വികസിതമായ രാജ്യങ്ങളിൽ പോലും സാധിക്കാത്ത കാര്യം ഈ കേരളത്തിൽ നല്ല നിലയിൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നൽകുന്നതിന് മാധ്യമങ്ങൾ ഉൾപ്പെടെ സഹായകരമായ രീതിയിൽ സമൂഹത്തിന് സഹായകരമായ നിലയിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ നിയമസഭയിൽ കാണുന്ന എന്താണ്? നിരന്തരമായ കുറ്റപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയെ വ്യക്തിപരമായി എങ്ങനെയാണ് ക്ഷീണിപ്പിക്കാൻ പറ്റുക, അതിന് പറ്റുന്ന രീതിയിൽ അവർ കരയുന്നത്, വളരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു വീട്ടിൽ ചെന്ന് അവരുടെ സങ്കടത്തിൽ ഭാഗവാക്കായി അവർ കരയുമ്പോൾ അത് ഗ്ലിസറിൻ ഉപയോഗിച്ചുകൊണ്ടാണ് കരഞ്ഞത് എന്ന് വരെ പറയുന്നതിന് പരിണതപ്രജ്ഞരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത്ഭുതപ്പെടുത്തുകയോ ഞെട്ടിപ്പിക്കുകയോ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ നല്ല നിലക്ക് കാര്യങ്ങൾ നിർവഹിച്ചു വരികയാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല എന്നുള്ളതല്ല കാണുന്നത്. ഏറ്റവും കൂടുതൽ തുക ഈ ഗവൺമെൻറ് വകയിരുത്തിയത് കിഫ്ബി വഴി മെഡിക്കൽ കോളേജുകൾ. എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തിൽ 3 താലൂക്ക് ആശുപത്രികളുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ 2ഉം, ഞാൻ നിൽക്കുന്ന പയ്യന്നൂർ താലൂക്കിൽ 3 താലൂക്ക് ആശുപത്രികളുണ്ട്. ഏതാണ്ട് ഒരു 300 കോടി രൂപയുടെ പ്രവർത്തനമാണ് ആ 3 താലൂക്ക് ആശുപത്രികളായിട്ട് നടന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വികസന രംഗത്ത് ഈ കുതിച്ചുചാട്ടം കേരളം കൈവരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണല്ലോ ആരോഗ്യ മേഖല. സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള വിഷയങ്ങളും 24 മണിക്കൂറും എന്ന് പറയുന്നത് പോലെ ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ പറ്റുന്ന നിലയിലുള്ളൊരു രംഗമാണ് ആരോഗ്യ മേഖല. അപ്പോൾ അവിടെ ഉള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനിങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പൊതുവിൽ ആശുപത്രികൾ എടുത്താൽ മരുന്നിൻ്റെ കാര്യത്തിൽ, മറ്റ് പൊതുവിലുള്ള സാങ്കേതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്നു. ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും, അതിനെ പർവ്വതീകരിക്കുക അല്ലാതെ ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അത് ന്യായമായിട്ടുള്ള പ്രതിപക്ഷ ധർമ്മമാണ്. അതിനെ ഗവൺമെൻറ് ആ നിലയിൽ തന്നെ ബഹുമാനപൂർവ്വം തന്നെയാണ് കാണുന്നത്. പക്ഷേ ഉയർന്നു വരുന്നൊരു രീതി കേരളത്തിൻ്റെ ഒരു സമൂഹത്തിന് ഗുണപരമായ രീതിയിലല്ല എന്നുള്ളത് ഇന്നത്തെ ചർച്ച അടിവരയിട്ട് കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
കേരളത്തിലെ പോലീസ് സംവിധാനം ആകെ ദുർബലമാണെന്ന് കാണിക്കുന്നതാണ് ഇന്നലെ നടന്നിട്ടുള്ള ചർച്ച. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഒരർത്ഥത്തിലുള്ള തികച്ചും രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്നുള്ള വളരെ ആശങ്കയുണർത്തുന്ന ഒരു ചിത്രം പ്രതിപക്ഷം മുന്നോട്ടേക്ക് വെക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്.